പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കൃഷി വകുപ്പിന് കീഴിലുള്ള കേരളത്തിലെ സ്ഥാപനത്തിൽ പരീക്ഷയില്ലാതെ തന്നെ സ്ഥിരജോലി നേടാൻ 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനമായ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലേക്കാണ് വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ്, ഡ്രൈവർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതും കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉയർന്ന ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളതും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായ തസ്തികകളാണിവ. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിലുള്ള പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനമായ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ വിവിധ തസ്തികകളിലെ ജോലി ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 3 ആണ്. അസിസ്റ്റന്റ്, ഡ്രൈവർ, സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലെ ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ICARന്റെ കീഴിലുള്ള ഇടുക്കി ജില്ലയിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലാണ് ഈ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ആദ്യം അസിസ്റ്റന്റ് തസ്തികയെ കുറിച്ച് നോക്കാം. ഈ തസ്തികയുടെ പേ ലെവൽ 6 ആണ്. അതായത് 35,400 രൂപ മുതലാണ് ശമ്പള സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മാത്രമാണ്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അടുത്തത് ഡ്രൈവർ തസ്തികയാണ്. ഈ തസ്തികയുടെ പേ ലെവൽ 3 ആണ്. 21,700 രൂപ മുതലാണ് ശമ്പളം. ക്വാളിഫിക്കേഷൻ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഗവൺമെന്റ് അംഗീകൃത വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻസ് ആയി പറഞ്ഞിട്ടുള്ളത് ബന്ധപ്പെട്ട മേഖലയിൽ ITIയിൽ നിന്നുള്ള 1 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഒരു അംഗീകൃത സ്ഥാപനത്തിലെ ഡ്രൈവിംഗ് പരിചയം, അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക് ജോലികളിലെ എക്സ്പീരിയൻസ് എന്നിവയാണ്. അടുത്തത് സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണ്. ഈ തസ്തികയുടെ പേ ലെവൽ 1 ആണ്. 18,000 രൂപ മുതലാണ് ശമ്പളം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം, അല്ലെങ്കിൽ ITI പാസ്സായിരിക്കണം എന്നുള്ളതാണ്. എക്സ്പീരിയൻസോ മറ്റു യോഗ്യതകളോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. സ്കിൽഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി കണക്കാക്കുന്നത് 2026 മെയ് 3 അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ SC, ST, OBC, PWBD തുടങ്ങിയ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 3 ആണ്. ഓഫ്ലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിന്റെ വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷയും പ്രായം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇനി പറയുന്ന വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. ദ ചെയർപേഴ്സൺ, ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര, BSS, പേത്തൊട്ടി PO, ശാന്തൻപാറ, ഇടുക്കി ഡിസ്ട്രിക്ട് 685619 കേരള. ഒരു ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഓരോ തസ്തികയിലേക്കും സെപ്പറേറ്റ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് തസ്തികയുടെ പേരും എഴുതേണ്ടതാണ്. കൂടാതെ 500 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൂടി പ്രോസസിംഗ് ഫീസായി ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ വനിതാ ഉദ്യോഗാർത്ഥികളെയും SC, ST വിഭാഗത്തിൽപ്പെട്ടവരെയും പ്രോസസിംഗ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. അപേക്ഷകരിൽ നിന്ന് സ്ക്രീനിംഗ് നടത്തിയ ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടത്തിയായിരിക്കും ഈ തസ്തികകളിലേക്ക് ഫൈനൽ സെലക്ഷൻ നടത്തുന്നത്. ഇതുപോലുള്ള ഇന്റർവ്യൂകൾക്കും കേരള PSC, SSC തുടങ്ങിയവയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികകളുടെ നോട്ടിഫിക്കേഷനും അപേക്ഷാ ഫോമും എല്ലാം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഉയർന്ന ശമ്പളത്തിൽ പരീക്ഷയില്ലാതെ തന്നെ സ്ഥിരജോലി നേടാനുള്ള ഒരു അവസരം കൂടിയാണിത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലെ ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.